25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് ചെലവ് വരുമോ? ഒരു തരത്തിലും ചെലവ് വരത്തില്ല. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിരുന്നു എന്നൊരു ആക്ഷേപം നമ്മൾ ഇതിനു മുമ്പ് മുമ്പോട്ട് വെച്ചിരുന്നു. അത് കൃത്യവും വ്യക്തവുമാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാവം പിടിച്ച് ഉമ്മൻചാണ്ടിയുടെ പേരാണ് അതിന് കൊണ്ടിട്ടിരിക്കുന്നത്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന്. ഇതൊരു ഭൂലോക തട്ടിപ്പാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമസ്കാരം. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നൽകുമെന്നാണ് UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇത് യാഥാർത്ഥ്യമാകുമോ? അതായത് സന ആശുപത്രി പോകുന്നതാണല്ലേ, സനയുടെ ഒരു വർഷം ആശുപത്രി പോകാനായിട്ടുള്ള മൊത്തം ചെലവ് എത്ര വരും? സനയുടെ ഒരു കുടുംബത്തിന്റെ തന്നെ എടുത്തോ, എത്ര രൂപ ആയിരിക്കും? ഒരു വർഷം 50,000 രൂപ പിടിച്ചോ അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഞാൻ സനയോട് പറയാണ്, ഞാൻ സനയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായയുടെ പൈസ എത്രയാ? 10, 15, 20 രൂപ പിടിച്ചോ. ഞാൻ സനയോട് പറയണം, സന ചായ കുടിക്കാൻ വേണ്ടി ഞാൻ 500 രൂപ കൊണ്ട് തന്നേക്കാം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അത് ഓഫർ മാത്രമാണ്, വാഗ്ദാനം മാത്രമാണ്. അതൊരിക്കലും നടപ്പിലാകാൻ വേണ്ടി പോകുന്ന കാര്യമല്ല. ഇപ്പൊ ഇവിടെ പറയുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ ഒരു വർഷത്തേക്കുള്ള ഒരു പ്രതിശീർഷ ആരോഗ്യ ചെലവുകൾ എത്രയാണെന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഏറിപ്പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയെ കൂടുതൽ വരത്തില്ല. പിന്നീട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അതിന് വരുന്ന എക്സ്പെൻസ് എത്രയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിപ്പോ ഒരു 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. പക്ഷെ അട്രാക്ട് ചെയ്യപ്പെടുന്ന സമയത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് ചെലവ് വരുമോ? ഒരു തരത്തിലും ചെലവ് വരത്തില്ല. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിരുന്നു എന്നൊരു ആക്ഷേപം നമ്മൾ ഇതിനു മുമ്പ് മുമ്പോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൃത്യവും വ്യക്തവുമാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കാരണം ഇതിന്റെ നേട്ടം ആർക്കാണ് ഉണ്ടാവുക? ഇതിന്റെ നേട്ടം ഉണ്ടാവുക സ്വകാര്യ ആശുപത്രികൾക്കാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ സൗജന്യ ചികിത്സയാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വാഗ്ദാനം ആളുകൾക്ക് കിട്ടുമോ കിട്ടില്ല എന്ന രണ്ടാമത്തെ കാര്യമാണ്. വരുന്നതോടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ടും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയൊരു പനിയായിട്ട് നമ്മളൊരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കുറഞ്ഞത് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ നമുക്ക് ചെലവ് വരുന്നുണ്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്ത അപ്പുറത്തുള്ള ചെലവാണത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട്, ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ എല്ലാവർക്കും കണ്ടുവരുന്ന അപ്പൻഡിക്സ് എന്നൊക്കെ പറയുന്ന രോഗം എല്ലാവർക്കും പെട്ടെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അപ്പൊ ഈ രോഗവുമായിട്ട് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഓപ്പറേഷന് എത്ര രൂപ ചെലവ് വരുന്നുള്ളത് നമുക്കറിയാലോ. ഇനി നമുക്ക് സ്വകാര്യ ആശുപത്രികൾ ഈ പറയുന്ന മൈനർ ഓപ്പറേഷൻസിന് വരെ ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ലക്ഷങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ സർക്കാർ ഇൻഷുറൻസ് ഇവിടെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് അഡ്മിറ്റ് ആയാൽ മാത്രമേ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ OPയിൽ പോയി മരുന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തുന്ന രോഗികൾക്ക് കൂടി ഈ ഇൻഷുറൻസിന്റെ പരിധിയിൽ പെടുമോ എന്നുള്ള കാര്യം UDF വ്യക്തമാക്കണം. ഇപ്പോൾ OPയിൽ പോവുകയും OPയിൽ നിന്ന് മരുന്ന് മേടിക്കുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്കാനിങ്, എക്സ്റേ, മറ്റ് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് അതൊക്കെ ഈ ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നാണ് UDF പറയുന്നതെങ്കിൽ ഈ പറയുന്ന 25 ലക്ഷം രൂപയുടെ വാഗ്ദാനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. മറിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കോടികൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് എങ്കിൽ ഇതിനെ പരസ്യമായിട്ട് കേരളം എതിർക്കേണ്ടതുണ്ട്, ശക്തമായിട്ട് കേരളം എതിർക്കേണ്ടതുണ്ട്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു ഡീൽ അല്ല ഇത്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ, അതായത് സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് നേരിട്ടാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടല്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഉണ്ട്, അതിൽ 5 ലക്ഷം രൂപയാണ് അതിന്റെ ലിമിറ്റേഷൻ വരുന്നത്. അത് തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഒരുപാട് തട്ടിപ്പുകൾ അതിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് 25 ലക്ഷം രൂപയുടെ പ്രഖ്യാപനവുമായിട്ട് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിന് ഒരു വർഷം 25 ലക്ഷം രൂപയുടെ ആവശ്യം ചികിത്സയ്ക്കായിട്ട് ആവശ്യം ഇല്ല എന്നിരിക്കെ ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം UDF നടത്തിയിട്ടുണ്ടെങ്കിൽ
ഇത് നമ്മൾക്ക് ശക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, സംസ്ഥാന സർക്കാരിന്റെ, അതായത് കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലുള്ള ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപനമാണിത്. ഒരു സംശയവും വേണ്ട. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള KKR പോലെയുള്ള വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കോടികളാണ് കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഒഴുകുന്നത്. അതിനുള്ളൊരു പ്രത്യോപകാരമാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ UDF ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ OPയിൽ പോകുന്ന ആളുകൾക്ക് കൂടി ഈ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളൊരു OPയിൽ പോയി ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടതിന് ശേഷം അവിടുത്തെ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകൾ പറയുന്നു. ആ ടെസ്റ്റുകൾ പറയുന്ന അതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരണം. മറിച്ച് ഒരു പേഷ്യൻ്റ് അവിടെ പോയി അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റ് ആയതിനു ശേഷം അവനൊരു 5 ലക്ഷം രൂപയുടെ ബില്ല് വരുന്നത് വിചാരിക്കുക. അതിനുശേഷം ഹോസ്പിറ്റലുകാർ പറയുകയാണ്, സർക്കാരിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കാരണം, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഒരു അഡ്മിഷൻ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടത്തിലാണ്, അത് റിജക്ഷൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 5 ലക്ഷം രൂപയുടെ ബാധ്യതക്കാരായിട്ട് മാറത്തില്ല. അവൻ ആ പൈസ അടയ്ക്കാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. ഇത് മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട്, ഹോസ്പിറ്റൽ മാഫിയകൾക്ക് വേണ്ടിയിട്ട്, സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ഈ ഇൻഷുറൻസിലൂടെ കോടികൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് KKRനെയും ബ്ലാക്ക് സ്റ്റോണിനെയും പോലെയുള്ള കമ്പനികൾ കേരളത്തിൽ വന്നിട്ട് 6000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. 3.5 കോടി ജനങ്ങൾ കേരളത്തിലുണ്ടെന്നേ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 25 ലക്ഷം വേണ്ട, 10 ലക്ഷം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര ലക്ഷം കോടിയുടെ ബിസിനസ്സായി, എത്ര ലക്ഷം കോടിയാണ് സർക്കാരിന് നഷ്ടം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ചുമയുമായിട്ട് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ അവിടെ പിടിച്ച് അഡ്മിറ്റ് ആക്കിയിട്ട് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ പറഞ്ഞ ഈ KKRനും ബ്ലാക്ക് സ്റ്റോണിനും ഒക്കെ ഉള്ളത്. എങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? അതുകൂടാണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ക്ഷേമ പെൻഷനുകൾ 3000 ഉയർത്തും. 2600 ക്ഷേമ പെൻഷനാക്കിയ സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും എന്താണ് പറഞ്ഞത്? ഈ 2600 രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന തുക ഇനി വരുന്ന സർക്കാരുകൾക്കൊരു ബാധ്യതയായിട്ട് മാറുമെന്ന് പറഞ്ഞവർ തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് പറയുന്നത്, ഞങ്ങൾ ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്ന്. അവിടെ തന്നെ ഇവരുടെ ഒരു ആത്മാർത്ഥതയില്ലായ്മ നമുക്ക് വ്യക്തമാവുകയല്ലേ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. അതാർക്കും പ്രഖ്യാപിക്കാവുന്നുള്ളൂ. ഈ സർക്കാരിന് വേണമെങ്കിലും അത് പ്രഖ്യാപിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അടുത്തത് യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ഏത് ചെറുപ്പക്കാരനാണ് ഈ സിബിൽ സ്കോർ ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ളത്? എല്ലാ ചെറുപ്പക്കാരെയും എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതല്ലെങ്കിൽ 2 വീലർ ലോൺ എടുത്ത് അത് ഡിഫോൾട്ടായിട്ട് അവന്റെ സിബിൽ സ്കോർ ഇതായിട്ടാണ് കിടക്കുന്നത്. വളരെ കുറവാണ്. ഒരാളുടെയും ലോണ് ഈ 5 ലക്ഷം എന്ന് പറയുന്നത് അപ്രൂവ് ആവാൻ വേണ്ടി പോകുന്നില്ല. അതല്ലെങ്കിൽ UDF ഒരു കാര്യം പറയണം, ഈ 5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ സിബിൽ സ്കോർ നോക്കത്തില്ല എന്ന് പറയണം. കാരണം എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനായിട്ടുള്ള ആളുകൾക്ക് പെൻഡിങ് ഉണ്ടെന്ന് ഡിഫോൾട്ട് ലിസ്റ്റിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവരുടെ സിബിലിൽ അവരുടെ സ്കോർ കുറവാണ്, അവർക്ക് ലോൺ കിട്ടത്തില്ല. അത് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം അതിലൊക്കെ എന്ത് പൊള്ളത്തരമല്ലേ പറഞ്ഞേക്കുന്നത്? ഈ 5 ലക്ഷം രൂപയും കൊണ്ടല്ലേ ഇതിന്റെ കേരളത്തിൽ ആരംഭിക്കാൻ പറ്റുന്ന ബിസിനസ് ഏതാണുള്ളത്? ഒരു തട്ടുകട ആരംഭിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണ്ടേ? അതുകൂടാണ്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. അത് നല്ല കാര്യമാണ്. അത് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നല്ലതാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായിട്ട് പ്രത്യേക ഒരു വകുപ്പിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം പരിഗണിക്കേണ്ടതാണ്. സാമൂഹിക ക്ഷേമ വകുപ്പ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കൂടി UDF വ്യക്തമാക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുത്ത് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറേ ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്കും താലൂക്ക് ആശുപത്രികൾക്കും ജനറൽ ആശുപത്രികൾക്കും നേരെ പ്രതിപക്ഷം നടത്തിയിട്ടുള്ള സമരം എന്ന് പറയുന്നത് ഈ സ്വകാര്യ ഹോസ്പിറ്റൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സ്വകാര്യ ഹോസ്പിറ്റൽ മാഫിയെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് അവരുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ UDF ഈ 25 ലക്ഷം രൂപയുടെ പാവം പിടിച്ച ഉമ്മൻചാണ്ടിയുടെ പേരാണ് അതിന് കൊണ്ടിട്ടിരിക്കുന്നത്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന്. ഇതൊരു ഭൂലോക തട്ടിപ്പാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഔദാര്യമാണ്. ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ചൂഷണമാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ സ്വകാര്യ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾ നടത്താൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിയണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.